പാഴ്വസ്തുക്കൾ വെച്ച് ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് എങ്ങനെയാണ് ചെയ്തെടുത്തതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഉൾവശം സിൽവർ കളറുള്ള വേസ്റ്റ് കവർ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പ്ലാസ്റ്റിക് കവറുകളാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ കാർഡ്ബോർഡ് പീസിൽ ഇതുപോലെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പം നമ്മൾ വരച്ചെടുത്തിട്ടുണ്ടായിരുന്നത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ ഒരു കവർ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കാർഡ്ബോർഡ് പീസ് ഇതിലേക്ക് നമുക്ക് ഒട്ടിച്ചെടുക്കണം. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കവറിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ഒട്ടിച്ചെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് കാർഡ്ബോർഡ് പീസിൽ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്ത് അതിലേക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. വളരെ സിമ്പിളായി ആർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് വർക്കാണിത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതുപോലെ കാർഡ്ബോർഡ് പീസ് നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുത്തു. ഇനി നമുക്കതിന് ചുറ്റുമുള്ള ഭാഗം കട്ട് ചെയ്ത് കൊടുക്കണം. ഇതുപോലത്തെ വേസ്റ്റ് കവറുകളൊക്കെ വെച്ച് ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനലിലെ മറ്റ് ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. വീഡിയോസൊക്കെ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ പറയണം. അപ്പോൾ നമ്മൾ അതിന് ചുറ്റുമുള്ള ഭാഗങ്ങളെല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു പ്ലാസ്റ്റിക് കവർ കട്ട് ചെയ്തെടുക്കുകയാണ്. ഈ പ്ലാസ്റ്റിക് കവർ വെച്ച് നമ്മൾ പൂക്കളാണ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ നമ്മൾ ആ പ്ലാസ്റ്റിക് കവർ കട്ട് ചെയ്ത് വെച്ചു. ഇനി നമുക്കിതിൽ നിന്ന് 4 പീസുകളാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന ഫ്ലവറാണ് നമ്മളിത് വെച്ച് ചെയ്തെടുക്കുന്നത്. ഇപ്പം നമ്മൾ പ്ലാസ്റ്റിക് കവറിൽ നിന്നും ഇതുപോലെയുള്ള 4 പീസുകളാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ 4 പീസും കൂടെ ചേർത്ത് നമ്മൾ പേപ്പർ ഫാനൊക്കെ മടക്കിയെടുക്കുന്നത് പോലെയാണ് മടക്കിയെടുക്കേണ്ടത്. ഇതുപോലെ മടക്കിയെടുത്തതിന് ശേഷം അത് കെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ കെട്ടുകമ്പിയുടെ ചെറിയൊരു പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പേപ്പർ ഫാനൊക്കെ ചെയ്തെടുക്കുമ്പോൾ മടക്കിയെടുക്കുന്നത് പോലെ പ്ലാസ്റ്റിക് കവറിൻ്റെ പീസുകൾ മടക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കെട്ടുകമ്പിയുടെ പീസ് ഇവിടെ ആയിട്ട് വെച്ചൊന്ന് കെട്ടിക്കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ 2 അറ്റവും ചെറുതാക്കി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്തെടുക്കുന്ന ഈ ഒരു ക്രാഫ്റ്റ് വർക്കിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ പറയണേ. നമ്മൾ വെറുതെ കളയുന്ന പ്ലാസ്റ്റിക് കവറുകൾ വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമ്മളത് ഇതുപോലെ ഒന്ന് വിടർത്തി കൊടുക്കുകയാണ്. നമ്മൾ 4 ലെയറുകൾ വെച്ചാണ് ഈ ഒരു ഫ്ലവർ ചെയ്തെടുക്കുന്നത്. അതിൻ്റെ ഓരോ ലെയറുകളും നമ്മൾ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് പൊക്കി കൊടുക്കണം. ഇതിൻ്റെ ഓരോ ലെയറുകളും ഇതുപോലെ മുകളിലേക്ക് ആക്കി കൊടുക്കുമ്പോൾ നമുക്കതൊരു ഫ്ലവറായി കിട്ടും. പ്ലാസ്റ്റിക് കവറുകളൊക്കെ വെച്ച് വളരെ സിമ്പിളായി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഫ്ലവറാണിത്. ഇപ്പം നമ്മളതിൽ വെച്ച് കൊടുത്തിട്ടുള്ള 4 ലെയറുകളും മുകളിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഫ്ലവർ കെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്ന കമ്പി കൂടുതലായി നിൽക്കുന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ഇതിൽ നിൽക്കുന്ന ഈ ഒരു കമ്പിയുടെ ഭാഗം നമ്മൾ വളച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ വേറെ 2 പൂക്കൾ കൂടെ ചെയ്തെടുത്തു. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ഗ്രീൻ കളർ പ്ലാസ്റ്റിക് കവർ വെച്ച് നമുക്ക് ഇലകൾ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് കവർ വെച്ച് ഇതുപോലെയാണ് ഇലകൾ ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ പ്ലാസ്റ്റിക് കവറൊന്ന് ചുരുക്കിയെടുത്തതിന് ശേഷം നമുക്കത് കുറച്ച് ചെരിച്ചാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇപ്പം നമ്മൾ പ്ലാസ്റ്റിക് കവർ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. വീണ്ടും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള പീസ് ഒന്ന് നിവർത്തിയെടുത്തതിന് ശേഷം ചുരുക്കിയെടുക്കുന്നുണ്ട്. ഇനി നമുക്കതിൻ്റെ ഇവിടെ ആയിട്ട് നൂല് വെച്ചൊന്ന് കെട്ടിക്കൊടുക്കാം. 4 ഇലകൾ നമ്മളിവിടെ ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ ഒരു പ്ലാസ്റ്റിക് കവർ കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ചെയ്തെടുക്കുന്ന വാൾ ഡെക്കറിൻ്റെ താഴെ വെച്ച് കൊടുക്കാനുള്ളതാണ് നമ്മൾ ഈ ഒരു പ്ലാസ്റ്റിക് കവർ വെച്ച് ചെയ്തെടുക്കുന്നത്. പ്ലാസ്റ്റിക് കവർ ഇതുപോലെ മടക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുക്കണം. ഇത് നമുക്ക് കഴിയുന്നത്ര ചെറുതാക്കി കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നമുക്കൊന്ന് നിവർത്തി നോക്കാം. അതിനുശേഷം നമ്മളത് വീണ്ടും മടക്കി കൊടുക്കുകയാണ്. നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള പ്ലാസ്റ്റിക് കവർ ഇതുപോലെ മടക്കിയെടുത്തതിന് ശേഷം മാസ്കിംഗ് ടാപ്പ് വെച്ചാണ് നമ്മളിതൊന്ന് ഒട്ടിച്ചെടുക്കുന്നത്. ഇപ്പം നമ്മൾ മാസ്കിംഗ് ടാപ്പ് വെച്ച് ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചുമരിൽ തൂക്കിയിടാനുള്ളതും പ്ലാസ്റ്റിക് കവറിൻ്റെ പീസ് വെച്ച് തന്നെയാണ് ചെയ്തെടുക്കുന്നത്. ഇതും നമ്മൾ മാസ്കിംഗ് ടാപ്പ് വെച്ച് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ആദ്യം നമ്മളിത് ഫെവി ബോണ്ട് വെച്ച് ഇതിലേക്കൊന്ന് ഒട്ടിച്ചെടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ട് മാസ്കിംഗ് ടാപ്പിൻ്റെ ചെറിയൊരു പീസ് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ ചുമരിൽ തൂക്കിയിടാനുള്ളത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള പൂക്കളും ഇലകളും എല്ലാം നമുക്കിതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം.
ഇതുപോലെയാണ് നമ്മൾ ഇതിലേക്ക് പൂക്കൾ ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങളുടെ ഫാമിലിയിൽ ക്രാഫ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മുടെ ഇന്നത്തെ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ പ്ലാസ്റ്റിക് കവറൊക്കെ കയ്യിൽ കിട്ടുന്നവരൊക്കെ നമ്മുടെ ഇന്നത്തെ ഒരു ക്രാഫ്റ്റ് ഐഡിയ ട്രൈ ചെയ്ത് നോക്കണേ. വളരെ എളുപ്പത്തിൽ നമുക്ക് കാശൊന്നും മുടക്കാതെ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു വാൾ ഡെക്കറാണ്. ഇത് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ഇലകളും നമ്മൾ ഇതുപോലെ ഒട്ടിച്ചെടുക്കുകയാണ്. ഇപ്പം നമ്മൾ പൂക്കളും ഇലകളും അതിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ താഴെ വെച്ച് കൊടുക്കാൻ വേണ്ടി ചെയ്ത് വെച്ചിട്ടുള്ള ഇതും കൂടെ ഒട്ടിച്ചെടുക്കുകയാണ്. ഇപ്പം നമ്മൾ പാഴ്വസ്തുക്കളെല്ലാം വെച്ച് ചെയ്തെടുത്തിട്ടുള്ള ക്രാഫ്റ്റ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ പറയുക. വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം വെച്ച് ചെയ്തെടുക്കാവുന്ന ഇതുപോലത്തെ ക്രാഫ്റ്റ് വർക്കുകളൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർ നമ്മുടെ കൂടെ കൂടണേ. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.